ക്ഷമ ഇൻസ്റ്റാഗ്രാം വഴി യുവതിയും യുവാവും പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് തമ്മിൽ കാണണം എന്ന് ആഗ്രഹമുണ്ടാകുന്നു. കാണാൻ വേണ്ടിയിട്ട് യുവതി യുവാവിനെ നിർബന്ധിക്കുന്നു. അങ്ങനെ യുവാവ് യുവതിയെ കാണാൻ വേണ്ടി എത്തുന്നു. എത്തിക്കഴിയുമ്പോൾ 2-3 തടിമാടന്മാർ അല്ലെങ്കിൽ കായിക ശേഷിയുള്ള 3 പേർ വന്ന് ഈ യുവാവിനെ ആക്രമിക്കുന്നു. അയാളുടെ കയ്യിലുള്ള പണവും ഫോണും അതുപോലെ തന്നെ അയാളുടെ കാറ്, മൊബൈല്, ഫോണ് ഇതെല്ലാം പിടിച്ചു വാങ്ങിക്കുന്നു. അയാൾ ജീവഭയം കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് ഇയാൾ ചെന്ന് പോലീസിൽ പരാതിപ്പെടുന്നു. ഈ കാട്ടാക്കട സ്വദേശിയാണ്, അയാളാണ് പരാതിക്കാരൻ. അയാൾ പറയുന്നത് ഹണി ട്രാപ്പാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ യുവതി ഇയാളെ വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് വേറൊരു സംഭവം പറയുന്നുണ്ട്. കഴക്കൂട്ടത്താണ് ഈ സംഭവം നടക്കുന്നത്. ബാക്കി നിശാം പറയണം. ഹണി ട്രാപ്പ് ഈ പുരാതന കാലം മുതലേ ഉള്ള കാര്യമാണ്. പല ഘട്ടങ്ങളിലും ഹണി ട്രാപ്പ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. MD ഒരിക്കൽ എഴുതി വച്ചിട്ടുണ്ട്, മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ കാമജലം നിറഞ്ഞ ഒരു കടക്കൺ നോട്ടത്താൽ സാധിക്കുമെന്ന്. അതെ, ഈ സിനിമയെന്നറിയോ? വൈശാലി. MD എഴുതി വെച്ചതാണ്. കാലങ്ങളോളം, പുരാതന കാലം മുതലേ ഈ ഹണി ട്രാപ്പ് ഉപയോഗിക്കപ്പെട്ടിരുന്ന കഥകളുണ്ട്. നമ്മുടെ ഒരു ഹണി ട്രാപ്പ്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഹണി ട്രാപ്പിന്റെ കഥയുണ്ട്. സാവിത്രി ഡേ കേട്ടിട്ടുണ്ടോ? സാവിത്രി ഡേ എന്നാണ് നമുക്ക് വേണ്ടി ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് ഒപ്പം കൂടി അവരുടെ രഹസ്യങ്ങൾ ചോർത്തി ഇന്ത്യൻ സമര പോരാളികൾക്ക്, സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് നൽകിയ ആളാണ് സാവിത്രി ഡേ. ഹണി ട്രാപ്പായിരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഹണി ട്രാപ്പാണ് സാവിത്രി ഡേയുടേത്. മദാഹരി കേട്ടിട്ടുണ്ടോ? ഫേമസ് അല്ലേ? ഫേമസ് ആണ് മദാഹരി. സിനിമയും അതെ, മദാഹരി. മദാഹരി എന്ന് പറഞ്ഞാൽ, മദാഹരി എന്ന് പറയുന്നത് ഒരു ഡച്ച് വേർഡാണ്. ഡച്ച് ഭാഷയിലെ ഒരു വേർഡാണ് മദാഹരി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുലരിയിലെ നക്ഷത്രം എന്നാണ്. പുലരിയിലെ നക്ഷത്രം എന്നാണ് മദാഹരിയുടെ അർത്ഥം. ഒരു പാരീസിലെ നർത്തകിയായിരുന്നു. നിങ്ങൾക്കറിയാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി പറയാം. പാരീസിലെ നർത്തകിയായിരുന്ന മദാഹരി 1-ാം ലോക മഹായുദ്ധം നടക്കവേ ഈ നൃത്തം കാണാൻ വരുന്ന ഓഫീസർമാരെ വശീകരിക്കുകയും അവരിൽ നിന്നും രഹസ്യം ചോർത്തി ജർമ്മനിക്ക് കൈമാറുകയും ചെയ്തിരുന്നു എന്നാണ് കഥ. 1917 വാലന്റൈൻസ് ഡേയുടെ ദിവസം അർദ്ധരാത്രിയിൽ മദാഹരിയെ വെടിവെച്ചു കൊന്നു ഫ്രഞ്ച് സേന. അങ്ങനെയാണ് ഒരു രക്തസാക്ഷി കൂടിയാണ് ഒരു ഹണി ട്രാപ്പിലെ നായിക മദാഹരി. വാലന്റൈൻസ് ഡേയിൽ. അതെ, അങ്ങനെയാണ് കൊലപ്പെടുത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലും ഇത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പല രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് ആയുധത്തെക്കാൾ ഗുണപ്പെടുന്ന ഒന്നാണിത് എന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ജർമ്മനി 2ആയപ്പോൾ പുരുഷന്മാർ ഹണി ട്രാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ജർമ്മൻ അന്നത്തെ ഭരണത്തലവന്മാരുടെ പേഴ്സണൽ സെക്രട്ടറിമാരായിട്ടുള്ള വനിതകളെ പ്രണയത്തിൽ കുടുക്കി രഹസ്യങ്ങൾ ചോർത്തിയിട്ടുണ്ട്. മിടുക്കന്മാരായിട്ടുള്ള ബിരുദന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ധാരാളം കഥകൾ. പിന്നീട് കാലങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ തേൻകെണി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ഥിരമായി നിത്യസംഭവമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വസ്തുവായി ഈ ഹണി ട്രാപ്പ് മാറിക്കഴിഞ്ഞു. അതിൽ കൊലപാതകം വരെ സംഭവിച്ചിട്ടുണ്ട്. സിദ്ദിഖിന്റെ കൊലപാതകം അറിയില്ലേ? സിദ്ദിഖ് ഫർസാന എന്ന് പറയുന്ന ഒരു 18-കാരി വ്യാപാരിയായിട്ടുള്ള സിദ്ദിഖിനെ വിളിച്ചു വരുത്തുകയും അയാളെ പിന്നീട് കൊലപ്പെടുത്തുകയും ശരീരഭാഗങ്ങൾ അറുത്തു മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി പെട്ടിയിൽ ഒരു ബോക്സിൽ സൂക്ഷിക്കുകയും അത് അഗളി ചുരത്തിൽ എറിയുകയും ചെയ്യുമായിരുന്നു. അയാളുടെ ജോലിക്കാരൻ തന്നെയല്ലേ? അതെ, ഈ കഥ നമുക്ക് പിന്നീട് ഒരു സ്റ്റോറിയായിട്ട് പറയാം. അത് സ്റ്റോറി പിന്നെ എല്ലാ സ്റ്റോറിയും കൂടെ പറഞ്ഞ് തീർക്കണ്ട, കഥകളുടെ എണ്ണം കുറയും. അങ്ങനെയാണ് ആ ഒരു സംഭവം. അങ്ങനെ ധാരാളം കഥകൾ. പിന്നീട് അച്ചു ദീർഘകാലം ഹണി ട്രാപ്പ് ഇവിടെ ഉന്നത മന്ത്രിമാരടക്കം, ഒരു മുൻ മന്ത്രി അടക്കം കെട്ടുപോയ കാക്കിയോട് പ്രത്യേക ഇഷ്ടം, കാക്കിയോടാണ് പ്രണയം. കാക്കിയോട് പ്രണയം. ഒരുപാട് ഉദ്യോഗസ്ഥരെയൊക്കെ ഉപദ്രവിച്ച്, ഒരു മന്ത്രിയെ വരെ ഉപദ്രവിച്ച, മുൻ മന്ത്രിയെ ഉപദ്രവിച്ച കേസുകൾ. അങ്ങനെ എത്രയോ കേസുകൾ നമ്മൾ കണ്ടു. പിന്നീട് കൊച്ചിയിലും ഒക്കെ ആയിട്ട് ധാരാളം പേരുടെ കേസ് കണ്ടു.
ഇതിന്റെ ഒടുവിലത്തെ ഇരയാണ് അനുരാജ്. കഴക്കൂട്ടം സ്വദേശിയാണ്, അല്ല കാട്ടാക്കട മാറനല്ലൂർ സ്വദേശി. കാട്ടാക്കട മാറനല്ലൂർ എന്ന് പറയുന്ന മേഖലയിലുള്ളതാണ് ഈ അനുരാജ്. അനുരാജ് വളരെ സമ്പത്തുള്ള ഒരാളാണ്. അയാൾക്ക് ആ മേഖലയിലെ കാട്ടാക്കട സ്വദേശിയായിട്ടുള്ള ഒരാളുമായിട്ട് ഒരു ചെറിയ പ്രശ്നം, അയാളുടെ പേര് നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള ആസിഫുമായിട്ടൊരു പ്രശ്നം. അതിൽ നിന്നാണ് ഈ വിഷയം തുടങ്ങുന്നത്. ആസിഫുമായി തുടങ്ങിയ പ്രശ്നം ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഇത്രയും വലിയ ഒരു സംഭവമായി മാറാനുള്ള കാരണം. ഈ ആസിഫിന്റെ നിർദ്ദേശപ്രകാരം ഒരു യുവതി, ആസിഫ് കൊട്ടേഷൻ കൊടുത്തതാണോ എന്ന് ഇപ്പോഴും വ്യക്തതയില്ല, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു യുവതി ഈ വിഷയത്തിലേക്ക് വരുന്നു. അത് ആരും, ഇപ്പം ആസിഫിന്റെ പേര് നമ്മൾ തൽക്കാലം വെട്ടിക്കളയുന്നു, പോട്ടെ. എക്സിന്റെ നിർദ്ദേശപ്രകാരം ഒരാൾ വരുന്നു. അവരുടെ പേരാണ് അഷ്ന എൽസ എന്ന് പറയുന്ന ഒരു യുവതി. ഒറിജിനൽ പേരാണെന്നാണ് നിലവിൽ ഇതുവരെ നമുക്ക് ലഭിക്കുന്നത്. പേര് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ. അഷ്ന എൽസയോ? അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ എനിക്കറിയാവുന്ന അഷ്നയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അതുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലൊരു എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള അഷ്നയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് നമുക്കറിയാവുന്നതാണ്. അഷ്ന എൽസ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ ആളുകൾക്ക് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യുവതി വരുന്നു. നിലവിൽ കഴക്കൂട്ടം പോലീസിന്റെ വിവരപ്രകാരം, ലഭിക്കുന്ന വിവരപ്രകാരം ഇത് അഷ്ന എന്ന് എൽസ എന്ന് പറയുന്നത് അത് അവരുടെ പേര് തന്നെയാണ് എന്നുള്ളൊരു ഇതാണ്. പിന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്റ്റയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ അവരുടേത് തന്നെയാണെന്നാണ് പോലീസിന്റെ നിലവിലുള്ള വിലയിരുത്തൽ. കഴക്കൂട്ടം പോലീസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിയുടെ സൈബർ ടീം പ്രവർത്തിക്കുന്നതും അവിടെയാണ്. സിറ്റി സൈബർ വിഭാഗത്തിന്റെ ഒരു ടീം ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. IT മേഖലയൊക്കെ അവിടെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അവിടെ ഈ കഴക്കൂട്ടത്ത് സൈബറിന്റെ ഒരു വിങ് അവിടെ ഉണ്ട്. നമ്മുടെ ഇൻഫോ പാർക്കിൽ കിടക്കുന്നു അവിടെ സൈബർ ടീം ഉണ്ടല്ലോ, ഹൈടെക്സൽ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൈബർ ടീം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവരുടെ ഒരു നിഗമന പ്രകാരം ഈ യുവതി തന്നെയാണ് ഇയാളെ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇയാളെ ചാറ്റ് ചെയ്തിരിക്കുന്നത്. കേവലം 2 ആഴ്ച മാത്രമാണ് ഇവർ തമ്മിലുള്ള സൗഹൃദമുള്ളത്. വെറും 2 ആഴ്ച മാത്രമേ സൗഹൃദമുള്ളൂ. ഈ 2 ആഴ്ച സൗഹൃദത്തിനിടെ ഈ യുവതി ഈ പറയുന്ന അനുരാജിനോട് തനിക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ അവധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച രാത്രിയിൽ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്ന മൊഴി, അനുരാജ് പറയുന്ന മൊഴി. അത് പ്രകാരം ഇയാൾ ഔഡി കാറിൽ കാട്ടാക്കടയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി 7:30 സന്ധ്യയ്ക്ക് 7:30 ഫെഡറൽ ബാങ്കിന്റെ മുന്നിൽ, കഴക്കൂട്ടത്തെ ഫെഡറൽ ബാങ്കിന്റെ, അതൊരു ഇച്ചിരി ഒഴിഞ്ഞ ഒരു സ്ഥലമാണ്. ഒഴിഞ്ഞ സ്ഥലമൊന്നുമല്ല, അവിടെ ഇച്ചിരി ആളുകൾ തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇവർ വന്നു, അദ്ദേഹം വന്നു. ഈ യുവതി കാറിൽ കയറിയ ഈ യുവതിയെ ബൈപ്പാസിൽ ഇവരുടെ വാഹനം മുന്നോട്ട് പോകവേ ഒരു ഇന്നോവ ഫോളോ ചെയ്തു. ഈ ഇന്നോവയിൽ 7 പേരുണ്ടായിരുന്നു. ഈ സംഘം ഈ വാഹനത്തെ തടഞ്ഞു നിർത്തി ഈ വാഹനത്തിനുള്ളിൽ കയറിയ, പിൻസീറ്റിൽ കയറിയവർ ഈ പറയുന്ന അനുരാജിൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഭീഷണി മുഴക്കി. അതിലെ ഒരാൾ നെയ്യാറ്റിങ്കര സ്വദേശി കാർത്തിക്, പേയാട് സ്വദേശി അർഷാദ്, പാലോട് സ്വദേശി അഷ്റഫ്, ഇങ്ങനെ 3 പേരെയാണ് ഇപ്പം നിലവിൽ പോലീസിൻ്റെ കയ്യിലുള്ളത്. ബാക്കി 4 പേരെ കൂടി പോലീസ് തെരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ കഴുത്തിൽ കത്തി വെച്ച് ആദ്യം ഇയാളുടെ കഴുത്തിൽ കിടന്ന 3 പവന്റെ മാല ഊരി മാറ്റി. ഹണി ട്രാപ്പ് ആരെങ്കിലും വിളിച്ചാൽ പോവാം, ഇതുപോലെ സ്വർണ്ണമാല ഒന്നും ഇട്ടുകൊണ്ട് പോരുത്, അവർ ഊരി മേടിച്ചിട്ട് പോകാം. ഓരോക്കെ പോക്കോ, അതൊക്കെ പേഴ്സൊക്കെ കാലിയാക്കിയിരിക്കണം. ഗൂഗിൾ പേ പോലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ടാണ് ഈ 3 പവന്റെ മാല അവർ കൊണ്ടുപോയി. 1,43,000 രൂപ വില വരുന്ന ഐഫോൺ അവർ കൊണ്ടുപോയി. ഫോൺ അവർ സ്വന്തമാക്കി. പിന്നെ കൊണ്ടുപോയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന 1,47,000 രൂപ വരുന്ന ഇപ്പോൾ ലിക്വിഡ് മണി അത് അവർ കൊണ്ടുപോയി. പിന്നെ ഔഡി കാറും കൊണ്ടുപോയി. എന്നാൽ ഇതെല്ലാം കൊണ്ടുപോകും, ഈ കാർ ഇവന് കൊടുത്തൂടെ? അവൻ വീട്ടിലെങ്കിലും പോണ്ടേ? നടന്നു പോട്ടെന്ന് വിചാരിച്ചു അവൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. ആ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടിക്കളഞ്ഞു. ഓടി രക്ഷപ്പെട്ടാണ് അവൻ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കരികിലേക്ക് ഈ അനുരാജ് എത്തുന്നത്. ആ പോലീസുകാരോട് വിവരം പറഞ്ഞ പ്രകാരം പോലീസ് ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം നടത്തുകയും ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉപദ്രവിച്ച ഒരു സംഘം പണം തട്ടി എന്നാണ് പറഞ്ഞത്. പിന്നെ പോലീസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവുമല്ലോ, വെറുതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ചു നിർത്തി പണം തട്ടി കൊണ്ടുപോകാൻ, ഇത് സിറ്റിയുടെ ഒരു ഹൃദയഭാഗമാണല്ലോ കഴക്കൂട്ടം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിനെ പോലീസ് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു ഹണി ട്രാപ്പാണ് സംഭവിച്ചതെന്നും വ്യക്തമായത്.
ഇതിപ്പോൾ ഈ 4 ലക്ഷം ഈ പറയുന്ന പോലെ മാലയും സ്വർണവും എടുത്തുകൊണ്ട് പോവുകയും ഈ പറയുന്ന ഈ ഫോണും എടുത്തുകൊണ്ട് പോയി കാറും എടുത്തിരുന്ന ഒരു പക്ഷേ ഇയാൾ പരാതി കൊടുക്കാൻ പോകില്ലായിരുന്നു. ഇതൊരുപാട് കേസ് പോലീസിന്റെ മുമ്പാകെ വരാതെ പോകുന്നുണ്ട്. നാണക്കേട് ഭയന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രമുഖ നിർമ്മാതാവ് ഹണി ട്രാപ്പിൽ പോയി തലവെച്ചു കൊടുത്തു. പ്രമുഖ നിർമ്മാതാവ്, ഒട്ടനവധി സിനിമകൾ നിർമ്മിക്കുന്ന കൊച്ചിയിലെ ഒരു വലിയ നിർമ്മാതാവ് പോയി ഹണി ട്രാപ്പിൽ തലവെച്ചു കൊടുത്തു. 2020 തലവെച്ചത്. 2020 തലവെച്ചു. 2020 ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് ഒരു യുവതി എത്തി. സിനിമയുടെ കഥ പറയാനെന്ന് പറഞ്ഞ പേരിൽ എത്തി. പിന്നീട് ഇവർ തമ്മിൽ സൗഹൃദമായി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ തന്നെ ഈ യുവതിയുടെ ഫോണിലായി. ആ യുവതി പിന്നീട് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. ഇദ്ദേഹം 2022 മുതൽ ആ യുവതിക്ക് പണം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം ആദ്യം ഒരു 10 ലക്ഷം രൂപ കൊടുത്തു. പിന്നീട് പണം കൂടുതൽ ചോദിച്ചു തുടങ്ങി. അവസാനം 3 കോടി 10 ലക്ഷം രൂപയ്ക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും ഗതികെട്ട അദ്ദേഹം പാലാരിവട്ടം പോലീസിന് കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതി പ്രകാരം ഈ യുവതിയെയും ആ സംഘത്തിലെ മറ്റംഗങ്ങളെയും അറസ്റ്റ് ചെയ്തു. അതായത് 20 സംഭവിച്ച കാര്യം 22 വരെ 2 കൊല്ലത്തോളം അദ്ദേഹത്തിന് നീട്ടിക്കൊണ്ട് പോകേണ്ടി വന്നു. സർവ്വസന്നാഹവും സമ്പത്തുമുള്ള ഒരു മനുഷ്യന് ഇതിനെ പേടിക്കേണ്ടി വന്നു. മനസ്സിലായോ? അതായത് ഭൂരിഭാഗം ഇപ്പോൾ ഈ വരുന്ന സംഭവങ്ങളിൽ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ 100 സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു 10 എണ്ണം മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ബാക്കി 90ഉം കാശ് കൊടുത്ത് ഒതുക്കപ്പെടുകയാണ്. കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ തലയൂരി പോവുക എന്നുള്ളതാണൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു മാധ്യമ സ്ഥാപനം അത്തരത്തിലൊരു ശ്രമം നടത്തുകയുണ്ടായി. ചരിത്രം അറിയാവുന്നതാണല്ലോ. അത് ചെയ്ത ആള് വലിയ രീതിയിൽ രക്ഷപ്പെട്ടു പോയി. അതിന് കൂട്ടുനിന്ന എല്ലാവരും പെട്ടുപോയി. ഭാവി നശിച്ചു പോയ അനേകം പേര് ആ സംഭവത്തിൽ ഉണ്ടായിരുന്നു. ആ ചാനൽ അതോടെ കൂട്ടി തുടക്കവും ഒടുക്കവും. അതെ, അതോടുകൂടി ആ സംഭവം, ആ ഒരു സംഭവത്തോടു കൂടി തന്നെ ചാനൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ആരെയും ഭയമില്ലാത്ത പൂച്ചയായിരുന്നു അതിലെ ഒരു കഥാപാത്രം. അതെ, പൂച്ചയുടെ കുട്ടി, പൂച്ചക്കുട്ടി ആയിരുന്നു ആ കഥയിലെ ഒരു കഥാപാത്രം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ സംഭവത്തിൽ പണം കൊടുക്കാതെ ഇരിക്കുകയും റേപ്പ് കേസിൽ പെട്ടുപോയവരുമുണ്ട്. കോടതിയിൽ ട്രയൽ നടക്കുന്ന അനേകം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് പ്രതിഭാഗത്തിൻ്റെ വാദം, ഇതൊരു ഹണി ട്രാപ്പ് ആയിരുന്നു, എന്നെ കൊടുക്കുവാൻ വേണ്ടി ഈ യുവതി മനഃപൂർവ്വം ശ്രമിച്ചത്, ഞാൻ അതിൽ നിന്നും ആ ട്രാപ്പിൽ വീഴാതിരിക്കവേ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തതാണെന്നുള്ള ട്രയലും ധാരാളം നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വാദം ഉന്നയിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. അതിൽ ശരിയുണ്ടായിരിക്കാം, തെറ്റുമുണ്ടായിരിക്കാം. നമ്മളതിൽ ഒരുപാട് ശരിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഞാനും ഒരു പുരുഷ മേധാവിത്വ മനസ്സുള്ളവരാണ് എന്ന് ചർച്ച ചെയ്യപ്പെടും. അതെ, അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരും. ഏതായാലും ഇത് ധാരാളമായി നടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം പണം എന്താ പറയുക ലഭിക്കാൻ സാധ്യതയുള്ളവരാണ് ഇവരുടെ പട്ടികയിൽ പെടുന്നവർ. പലപ്പോഴും പണം ലഭിക്കും എന്ന് ഉറപ്പുള്ളവരെയാണ് ഇവർ ലിസ്റ്റ് ചെയ്യുന്നത്. പണം ലഭിക്കുമെന്ന് ഉറപ്പുള്ളവരെ ഇവർ ലിസ്റ്റ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിക്കാം നമുക്ക് എന്ന ചിന്തയിലും ചിലരെ ഇവർ ട്രാപ്പിൽപ്പെടുത്തും. അങ്ങനെയാണ് ആ മുൻ മന്ത്രിയൊക്കെ പോയി പെട്ടുപോയത്. ഇദ്ദേഹത്തെയൊക്കെ പെടുത്താനുള്ള കാരണം എന്തെങ്കിലും ഒരു കാലത്ത് ഇദ്ദേഹത്തെ എടുത്ത് എനിക്ക് ഉപയോഗിക്കാം എന്ന് ഉള്ള ഉദ്ദേശം അവർക്ക് ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഒരു MLA, ഇപ്പോഴും MLA ആണ് അദ്ദേഹം, അതിൽ തലവെച്ചതും അദ്ദേഹത്തെയും ഈ രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്നുള്ള ചിന്തയിലാണ് അദ്ദേഹത്തെയും ഇതിൽ കൊണ്ടുവന്ന് തലവെച്ചത്. പിന്നെ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല, അദ്ദേഹം തന്നെ പോയി തലവെച്ച് കൊടുക്കുന്നതാണ്. അദ്ദേഹം തന്നെ പോയി തനിച്ചു പോയിട്ട് ഇത് ചെയ്യുന്ന ആളാണ്. പലസ്തീൻ്റെ മുകളിലൂടെ പോകുന്ന ഇസ്രായേലിൻ്റെ മിസൈലിനെ ഇവിടെ നിന്നുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി സ്വന്തം തലയിലിടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണമെന്നൊരു വാശി അദ്ദേഹത്തിന് നിർബന്ധം കാര്യത്തിലുണ്ട്. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിന് മടിക്കാനുള്ള കാരണം ഇതിൻ്റെ കേസുകളുടെ വിചാരണ വരുമ്പോൾ ഈ അളന്നു മുറിച്ചുള്ള ചോദ്യങ്ങൾ കോടതിയിൽ വരും. അതാണ് പലരും ഈ കേസുകളിൽ നിന്നൊക്കെ പിന്മാറാനുള്ള കാരണം. അളന്നു കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യമുനയിൽ ഒരു സാധാരണ വ്യക്തിക്ക് പിടിച്ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മാനാഭിമാനമുള്ളവ പലർക്കും അത് താങ്ങാൻ പറ്റില്ല. അത് പിന്നെ വാർത്തയാകും, ചർച്ചയാകും, പൊതുസമൂഹം നമ്മളെ എന്ത് കരുതും എന്നൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ പലരും മടിക്കും. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം. പലരും എന്നാൽ പിന്നെ കുറച്ച് പൈസ കൊടുത്ത് അങ്ങ് ഒതുക്കാമെങ്കിൽ അത് തീരട്ടെ, 10 1 ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന 1 CR എന്നൊക്കെ പറഞ്ഞ് 1 CR 2 CR 3 CR എന്നൊക്കെ പറയുന്നത്
ഈ മനുഷ്യർ ഒരു ദിവസം ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി എവിടെയെങ്കിലും പോയി കറങ്ങി അടിച്ച് നശിപ്പിച്ച് കളയുന്ന തുക അത്രയേ ഉള്ളൂ. അതെ, നമ്മളിതിനെ ഒരു ഭീമാകാരമായിട്ടുള്ള തുകയായിട്ട് കരുതുമ്പോൾ അവർക്ക് ഇതൊക്കെ നിസ്സാരമാണ്. അവരുടെ ഏതെങ്കിലും സ്ഥലത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എഴുതി കളഞ്ഞാൽ തീരാവുന്ന, ഇപ്പോൾ കയ്യിൽ ക്യാഷിൽ ആരും അങ്ങനെ കയ്യിൽ ക്യാഷ് സൂക്ഷിക്കാറില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന നികുതി വെട്ടിപ്പോക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും ED ഇങ്ങനെ പറന്ന് നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് പലരും അമിതമായ തുകയൊന്നും സൂക്ഷിക്കാൻ നിൽക്കാറില്ല. എല്ലാവരും മാക്സിമം പ്രോപ്പർട്ടി വല്ലതും മേടിച്ചിടാൻ ശ്രമിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എഴുതി കളഞ്ഞിട്ട് ഇവർക്കൊക്കെ എഴുതി തീർക്കാവുന്ന വിഷയമായതുകൊണ്ട് അവരൊക്കെ എഴുതി തീർക്കും. നമ്മുടെ മുന്നിലൊക്കെയാണ് ഇതൊക്കെ വലിയ തുക. 3 CR 3 കോടി 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഒന്നുമല്ല. അവരൊക്കെ ഇതൊക്കെ വെറുതെ വെള്ളത്തിൽ എന്താ പറയുക, വേണമെങ്കിൽ ഈ 3 CR ഒക്കെ അവർക്ക് ഈ വെള്ളത്തിൽ ഒഴുക്കി വിടാൻ പോലും തയ്യാറായി അവരുടേതായ കാര്യങ്ങൾക്ക്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒഴുക്കിക്കളയാൻ തയ്യാറുള്ളവർ. അങ്ങനെയുള്ളവരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത്. ഈ കേസിലും ഇയാൾക്ക് സംഭവിച്ച അതാണ്. ആ യുവതിയെ വിശ്വസിച്ചു. അതാണല്ലോ വിശ്വാസവഞ്ചന എന്നുള്ളതാണ്. വഞ്ചനയൊന്നുമില്ല. സ്വർണവും ഓടിക്കാറും പിന്നെ ഐഫോണും എല്ലാം മറ്റേ ലിക്വിഡ് മണിയും കൂടെ കൊണ്ട് ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കാണിക്കണ്ടേ, ഞാനൊരു സമ്പന്നനാണെന്ന് കാണിക്കണ്ടേ. ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു വലിയ ഹോട്ടലിൽ സംഭവിച്ചതാണ്. ഇതുപോലെ ഒരു ഹണി ട്രാപ്പിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി. രാവിലെ ഉണർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സില്ല, കാർഡുകളില്ല, സർവ്വ സാധനങ്ങളും കൊണ്ടുപോയി. ഫോൺ അവിടെ ഇല്ല, സിം അവിടെ ഇരിപ്പുണ്ട്. അത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പോയി. അത്രയെങ്കിലും കരുണയുള്ള ആളുകൾ അദ്ദേഹത്തോട് കാണിച്ചു. അതൊരു മാധ്യമം ഒരു വാർത്തയാക്കി. മെയിൻ സ്ട്രീം അല്ല, ഒരു മറ്റൊരു മാധ്യമം. ആ മാധ്യമം ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരു മാധ്യമമായതുകൊണ്ട് അത് അധികമാരും ശ്രദ്ധിച്ചില്ല. പക്ഷെ അത് ശരിയായിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പിന്നീട് പറഞ്ഞു. ഇദ്ദേഹം ഈ പരാതിയുമായി വരികയും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇടപെട്ടുകൊണ്ട് ഇത് നാണക്കേടിലേക്ക് പോകുമെന്ന് അറിയിച്ച് ഒഴിവാക്കി വിടുകയും ചെയ്തു. അതുകൊണ്ട് ആ പരാതി എന്നേക്കുമായി പോയി. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണമാലയും ചെയിനും മോതിരവും ഫോണും എല്ലാം യുവതി കൊണ്ടുപോയി. ഉടുതുണി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിലെങ്കിലും പോകാൻ സാധിച്ചു. ശരി.